ഇനിയുള്ള കാലത്ത് വെള്ളം നിയന്ത്രിക്കുന്നവരാണ് ഭാവിയിലെ രാജാക്കന്മാർ. അതുകൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുദ്ധം വെള്ളത്തിനു വേണ്ടിയുള്ളതാവും എന്നതിൽ ഒരു സംശയവും ഇല്ല. ഈ അടുത്തായി നമുക്ക് കാണാം, ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ എന്നിവരെല്ലാം അവരുടെ അതിർത്തികളിൽ ഡാമുകൾ പണിയുന്നു. ഇത് നമുക്കൊരു സൂചന തന്നെയാണ് അടുത്തൊരു യുദ്ധം അത് വെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും എന്ന്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആഫ്രിക്കയിൽ ഉടലെടുക്കാൻ പോകുന്ന അടുത്ത യുദ്ധമുഖത്തെക്കുറിച്ചാണ്. അതെ, ഈജിപ്തും എത്യോപ്യയും തമ്മിൽ. എന്താണ് ഇവർക്കിടയിലെ യഥാർത്ഥ പ്രശ്നം എന്ന് നോക്കുമ്പോൾ അത് ജലം തന്നെയാണ്. ഈജിപ്തുകാർ നൈൽ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനത തന്നെയാണ്. നൈൽ ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ഇങ്ങനെയിരിക്കെ എത്യോപ്യ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നു. ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവരുടെ എക്കണോമിക് ക്രൈസിസിനും വൈദ്യുത ക്ഷാമത്തിനും ഇതൊരു പരിഹാരമാവും എന്നതാണ്. എന്നാൽ ഈജിപ്റ്റ് ഡാം തകർത്ത് കളയും എന്ന് ഭീഷണി മുഴക്കിയതോടെയാണ് ഇതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലോട്ട് നീങ്ങുന്നത്. ഈ നദിയില്ലെങ്കിൽ ഈജിപ്റ്റ് ഇല്ല എന്നു തന്നെ പറയാം. അവരുടെ മൊത്ത ജനസംഖ്യയിൽ 95% ആളുകളും നൈലിനോട് ചേർന്നാണ് താമസിക്കുന്നത്. ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടാൽ എത്യോപ്യ ജലത്തെ തടഞ്ഞു നിർത്തിയാൽ ഈജിപ്തിലെ കൃഷികളും ജീവനാഡികളുമെല്ലാം ഇല്ലാതെയാകും. സാഹചര്യം ഇങ്ങനെ നിലനിൽക്കെ എത്യോപ്യ സെപ്റ്റംബർ 2025 അവരുടെ ഈജേഡ് എന്ന മെഗാ പദ്ധതി പൂർത്തീകരിക്കുന്നു. ഇപ്പോഴും ഇരു രാജ്യങ്ങളും സംഘർഷാവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചറിയാൻ കഴിയും. പാകിസ്ഥാനെ ജലമുപയോഗിച്ച് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വരിഞ്ഞുമുറുക്കുന്ന തന്ത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. ശുഭദിനം.